തിരിച്ചറിഞ്ഞ് രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞ് മക്കളെ തിരുത്തി ലോകത്ത് ഞാനൊരു MBBS ഞാൻ മദ്യപിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ, അതായത് ഒരു കൗമാരപ്രായത്തിൽ മദ്യപിച്ചിരുന്ന ഒരാളാണ്. മാറാൻ കാര്യം പുനർജനിയിലെ ജോൺസൺ മാഷാണ്. അദ്ദേഹത്തിന്റെ മകനോട് ഇരിപ്പുണ്ട്, സൂരജ് ജോൺസോട് ഇരിപ്പുണ്ട്, ഡോക്ടർ ജോൺസ് കെ മംഗലം. അദ്ദേഹത്തിന്റെ മരുന്നും മന്ത്രങ്ങളും ഒന്നുമില്ലാതെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിലൂടെ മാത്രം മാറി 7500-ലധികം പേരെ തിരിച്ച് ഞാൻ രക്ഷപ്പെട്ടതിന് ശേഷം നാളിതുവരെ 7500-ലധികം പേരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ. അപ്പോൾ തീർച്ചയായും നിലനിർത്താൻ പറ്റുന്നുണ്ടോ അവർക്ക്? അതിൽ കുറേ പേർക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ട്. ഇതുപോലുള്ള ഇപ്പം ഫിലിപ്പോസ് സാർ പറഞ്ഞിട്ടുള്ള അതേപോലത്തെ സമൂഹത്തിലേക്ക് ചെന്ന് തിരിച്ചു വീണ്ടും ഇറങ്ങുമ്പോൾ അവരെ കാണിക്കുന്നത് പ്രയാസമാണ്. ഇപ്പം സാറിന് എൻ്റെ ഫാദറിനെ അറിയുന്നുണ്ട്, വളരെ അടുപ്പമുണ്ടായിരുന്നു. അതെ. അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ അപ്പനൊരു കള്ളുകുടിയനായിരുന്നു. അപ്പൊ എനിക്ക് 8 വയസ്സ്. യെസ്. അപ്പൊ എൻ്റെ പിതാവ് കള്ളുകുടി നിർത്താൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1999 പുള്ളി ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആകെ സാമ്പത്തികമായിട്ടൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ നിർത്തി എഞ്ചിനൊക്കെ കണ്ടീഷൻ ആക്കിയിട്ട് മെല്ലെ ഒരു ഇൻഷുറൻസ് എടുക്കുന്നു, ഒരു ആക്സിഡന്റ് വരുത്തി തീർക്കുന്നു. അപ്പം ഞാൻ ഒറ്റ മകനാണ്, ഞാനും എൻ്റെ അമ്മയും വഴിയാധാരമാവാതെ ഉള്ള ഒരു ലെവലിലേക്ക് പോകും. മരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഒന്നുകൂടി ജീവിച്ച് നോക്കണോണ്ട് ബുദ്ധിമുട്ടില്ല, ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വെച്ച് പുള്ളി ട്രൈ ചെയ്തു. അതിനുശേഷം 2004